മുന്നും പിന്നും നോക്കിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റവെട്ട് വെട്ടിയപ്പോൾ കൊട്ടിഘോഷിച്ച് ബി.ജെ.പി. അവതരിപ്പിച്ച പ്രമുഖ വനിതാ മേയർ സ്ഥാനാർത്ഥി തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. അതും ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലാത്തതിനാൽ ഇപ്പറഞ്ഞ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ 50 അവർക്ക് സ്ഥാനാർത്ഥികളില്ല. എന്തൊക്കെ ബഹളമായിരുന്നു! ഗ്രൂപ്പുകളൊന്നുമില്ലാത്ത ഒരു നേതാവായ രാജീവ് ചന്ദ്രശേഖറിനെ കൊണ്ട് കേന്ദ്രം നേരിട്ട് കേരളത്തിന് ചുമതല ഏൽപ്പിക്കുന്നു. മുറി മലയാളത്തെ PR വർക്കിന്റെ ബലത്തിൽ കൊട്ടിഘോഷിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്തോ മലമറിക്കുമെന്നുള്ള ധാരണ കേരളത്തിൽ പരാതി. പക്ഷെ അതിന് അധികം ആയുസില്ല എന്ന് പോകെ പോകെ തെളിയുകയും ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളെ കിട്ടാതെ വന്നതുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോലെ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടുമല്ല 50 സ്ഥാനാർത്ഥികളെയാണ് അവർക്ക് കിട്ടാതെ പോയത്. അതിനിടയ്ക്കാണ് ശബരിനാഥിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി ബി.ജെ.പി. ഇറക്കിയ മുൻ IPS ഉദ്യോഗസ്ഥയായ R. ശ്രീലേഖയുടെ പദവി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കളയുന്നത്. അതും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിൽ. ഇത്തരമൊരു തിരിച്ചടി ഒരിക്കൽ പോലും ബി.ജെ.പി. മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു വരുന്നത്, കോർപ്പറേഷനിൽ ബി.ജെ.പി. മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മുൻ DGP R. ശ്രീലേഖയുടെ പോസ്റ്ററുകളിലെ IPS കറുത്ത മഷി കൊണ്ട് മായ്ച്ചു. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനു പിന്നാലെയാണ് IPS മായ്ച്ചത്. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പേരിനൊപ്പം IPS എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രശ്മി വരണാധികാരിക്കാണ് പരാതി നൽകിയത്. തുടർന്ന് വരണാധികാരി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ചില സ്ഥലങ്ങളിലെ പോസ്റ്ററുകളിൽ നിന്നും IPS മായ്ക്കുകയും ചിലയിടത്ത് റിട്ടയർഡ് എന്ന് ചേർക്കുകയും ചെയ്തത്. ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. അതേസമയം പോസ്റ്ററുകളിൽ IPS എന്ന് വെച്ചത് ശരിയായില്ലെന്ന് AAP സ്ഥാനാർത്ഥിയായ രശ്മി പലരോടും പറഞ്ഞതായി അറിഞ്ഞിരുന്നുവെന്നും തുടർന്ന് അവരുടെ വീടിനു മുന്നിലെ പോസ്റ്ററുകളിൽ നിന്ന് IPS ഒഴിവാക്കാൻ പ്രവർത്തകരോട് പറഞ്ഞിരുന്നുവെന്നും R. ശ്രീലേഖ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു ഗതികേടാണ് ശ്രീലേഖയുടേത്. കാരണം വെട്ടുകൊടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബി.ജെ.പിയുടെ ഇഷ്ടത്തോഴന്മാരാണ് കമ്മീഷൻ. കമ്മീഷന് വേണ്ടി ബി.ജെ.പി. നേതാക്കളും നേതാക്കൾക്ക് വേണ്ടി കമ്മീഷനും ഒക്കെയാണ് പലപ്പോഴും ന്യായീകരണങ്ങൾ നിരത്താറ്. അപ്പോ പിന്നെ ഇവിടെ മാത്രം കമ്മീഷനെ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കറുത്ത മഷി കൊണ്ട് സ്വന്തം പേരിനു മുൻപിലെ പദവി മാറ്റേണ്ടി വന്നത്.